തിരുപ്പിറവിക്കാലം ഡിസംബർ 30. തിരുവചനം. 84 വയസ്സായ ഈ വിധവ ദൈവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. ലൂക്ക 2:37. നമ്മുടെ ആദിമ മാതാപിതാക്കന്മാർക്ക് സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ രക്ഷകൻ വരും എന്നുള്ള സദ്വാർത്ത ലഭിച്ചു. എന്നാൽ ഈ പ്രവചനം ഒരു യാഥാർത്ഥ്യമാകുവാൻ നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നു. യേശുവിൻ്റെ വരവിന് തൊട്ടു മുമ്പുള്ള 4 നൂറ്റാണ്ടുകളിൽ രക്ഷകൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന ഒരു വെളിപാടും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ലഭിച്ചില്ല. എന്നാലും എപ്പോഴും ഒരു ചെറു സമൂഹം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ച് കാത്തിരുന്നു. ഇസ്രായേൽ ജനത വിജാതീയരായ ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും കീഴിൽ ആയിരുന്നപ്പോഴും രക്ഷകൻ വരും എന്ന് തന്നെ അവർ വിശ്വസിച്ചു. വിശ്വസിച്ചവർ രക്ഷകൻ്റെ വരവിനായി പ്രാർത്ഥിച്ചു. വിശ്വസിച്ച ചെറു സമൂഹം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവാലയം വിട്ടുപോകാതെ ദൈവാലയത്തിൽ തന്നെ താമസിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച ഫനുവലിൻ്റെ മകളാണ് അന്ന. അവളുടെ വിലയേറിയ വിശ്വാസത്തെ കർത്താവ് അനുഗ്രഹിച്ചു. വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകാമറിയവും ദൈവാലയത്തിൽ കൊണ്ടുവന്ന ഉണ്ണി ലോകരക്ഷകനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ് ജെറൂസലേമിൽ രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും ലോകരക്ഷകനെക്കുറിച്ച് സംസാരിച്ചു. നാം പ്രതികൂല സാഹചര്യങ്ങളിൽ ആയിരിക്കുമ്പോഴും കർത്താവ് എപ്പോഴും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ലഭിക്കുവാൻ ഈ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.